കേരളത്തിൽ മത്സരിക്കുന്ന മണ്ഡലത്തിൽ കൂടുതൽ വോട്ടുകൾ പിടിക്കുന്ന, വലിയ തോതിൽ വോട്ടുകൾ വർദ്ധിപ്പിക്കുന്ന ഒരു നേതാവാണ് വി മുരളീധരൻ. പലപ്പോഴും ശോഭാ സുരേന്ദ്രൻ ഇക്കാര്യത്തിൽ ഒരു ബെഞ്ച് മാർക്കായിട്ട് എല്ലാവരും വിലയിരുത്താറുണ്ട്. അതുപോലെ തന്നെയാണ് മുരളീധരൻ. അതിനുപരിയാണെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. കാരണം വി മുരളീധരൻ BJPക്ക് വേണ്ടി മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം BJPയുടെ വോട്ട് വലിയ തോതിൽ ഉയരും. അതുമാത്രമല്ല, വിജയത്തിന് അടുത്തെത്താനും അദ്ദേഹത്തിന് സാധിക്കാറുണ്ട്. 2016 കഴക്കൂട്ടത്ത് അദ്ദേഹം നേടിയത് 42,000-ലധികം വോട്ടുകളാണ് BJPക്ക് വേണ്ടി. അന്ന് കടകംപള്ളി ജയിച്ചപ്പോൾ 7,000 ചില്ലാൻ വോട്ടുകൾക്കാണ് കടകംപള്ളി അന്ന് ജയിച്ചത്. പക്ഷേ രണ്ടാം സ്ഥാനത്ത് വരാൻ ഒരു അത്ഭുത മുന്നേറ്റം നടത്താൻ വി മുരളീധരന് 2016 സാധിച്ചിരുന്നു. അതിനു മുമ്പ് 2011 തെരഞ്ഞെടുപ്പിൽ JR പത്മകുമാർ കഴക്കൂട്ടത്ത് മത്സരിച്ചപ്പോൾ കിട്ടിയത് 7,000-ലധികം വോട്ടുകളാണ്. 7,000 ചില്ലാൻ വോട്ടുകളാണ് ലഭിച്ചത്. അപ്പോൾ അതിൽ നിന്ന് ഏതാണ്ട് 6 മടങ്ങ് വോട്ട് ഉയർത്താൻ വി മുരളീധരന് സാധിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ അവിടെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വലിയ മുന്നേറ്റമാണ് വി മുരളീധരൻ നടത്തിയത്. ഒരു പൊളിറ്റിക്കൽ മുന്നേറ്റം എന്നൊക്കെ പറയാം. ശരിക്കും ഒരു പൊളിറ്റിക്കൽ വിക്ടറിയുടെ അടുത്തെത്തിയ ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ. കാരണം സുരേഷ് ഗോപി തൃശ്ശൂർ ജയിച്ചെങ്കിലും വി മുരളീധരൻ ആറ്റിങ്ങലിൽ നടത്തിയ ഒരു മുന്നേറ്റം അത് BJPക്ക് വലിയ ശക്തി പകരുന്ന ഒരു മുന്നേറ്റം തന്നെയായിരുന്നു. കാരണം ആറ്റിങ്ങൽ പോലുള്ള ഒരു മണ്ഡലം പിന്നാക്ക ജനവിഭാഗങ്ങൾക്കൊക്കെ നിർണായക സ്വാധീനമുള്ള CPMന്റെ ഒരു കോട്ട എന്നൊക്കെ അറിയപ്പെടുന്ന ആ ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ് വലിയൊരു മുന്നേറ്റം വി മുരളീധരൻ നടത്തിയത്. അവിടെ ജയിച്ചത് അടൂർ പ്രകാശ് ആയിരുന്നു. അതിനു മുമ്പ് അടൂർ പ്രകാശ് ജയിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ CPMന് നിർണായക സ്വാധീനമുള്ള പ്രദേശങ്ങളാണ് ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിൽക്കുന്നത്. അവിടെ 3,11,000-ലധികം വോട്ടുകളാണ് വി മുരളീധരൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തമാക്കിയത്. 16,000 വോട്ട് ഡിഫറൻസ് മാത്രമാണ് CPMന്റെ സ്ഥാനാർത്ഥി ജോയും മുരളീധരനും തമ്മിലുണ്ടായിരുന്നത്. അടൂർ പ്രകാശ് ജയിച്ചതാണെങ്കിൽ 17,000 വോട്ടുകൾക്ക്. അതുമാത്രമല്ല, വി മുരളീധരന് മുമ്പ് ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിച്ചപ്പോൾ 2,48,000 വോട്ടുകൾ ലഭിച്ചിരുന്നു. അതൊരു വലിയ മുന്നേറ്റമായിരുന്നു. അതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു മുന്നേറ്റം നടത്താൻ വി മുരളീധരന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇത്തവണ കഴക്കൂട്ടത്ത് ഒരു നിർണായക ഘടകമായി മാറുന്നത്. കഴക്കൂട്ടത്ത് നിലവിൽ വി മുരളീധരന് നല്ലൊരു ജയസാധ്യതയുണ്ട്. കാരണം അവിടെ പല അടിയൊഴുക്കുകളും BJPക്ക് അനുകൂലമാണെന്നുള്ളൊരു വിലയിരുത്തലാണ് പൊതുവേ ഉള്ളത്. ഒന്ന്, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ്. തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ BJP ഭരണം പിടിച്ചതിൻ്റെ ഒരു നിർണായക മുന്നേറ്റം നടത്തിയത് കഴക്കൂട്ടത്താണ്. കാരണം കഴക്കൂട്ടത്ത് 15 വാർഡുകളിൽ വിജയിക്കാൻ BJPക്ക് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സാധിച്ചു. ആകെയുള്ള 28-ൽ 15 വാർഡുകളിലും വിജയിക്കാൻ BJPക്ക് കഴിഞ്ഞു. 5 വാർഡുകളായിരുന്നു കഴിഞ്ഞ ഇലക്ഷനിൽ, അതായത് 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടത്തുണ്ടായിരുന്നു. അപ്പോൾ കഴക്കൂട്ടം പിടിക്കുകയാണെങ്കിൽ BJP ഭരണത്തിൽ വരും തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്നുള്ള ഒരു വിലയിരുത്തൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. വി മുരളീധരനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഏറെ പരിചിതമായ ഒരു മണ്ഡലം തന്നെയാണ് കഴക്കൂട്ടം. അദ്ദേഹം 2016 അവിടെ മത്സരിച്ചു, കരുത്ത് കാട്ടി 2ാം സ്ഥാനത്ത് വന്നു. അതിനുശേഷം പലപ്പോഴും ആ മണ്ഡലവുമായി ഇടപെട്ട് നിന്ന ഒരു വ്യക്തിയാണ്. കേന്ദ്രമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ അവിടുത്തെ പല വികസന പദ്ധതികൾക്കൊക്കെ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട്, ചുക്കാൻ വഹിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ കുറേ മാസങ്ങളായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അദ്ദേഹം സജീവമായി തന്നെ ഈ പറയുന്ന കഴക്കൂട്ടം മണ്ഡലത്തിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. മുക്കിലും മൂലയിലും സജീവമായി പ്രവർത്തിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് വി മുരളീധരൻ. കടകംപള്ളി സുരേന്ദ്രൻ 3 തവണയാണ് കഴക്കൂട്ടത്ത് നിന്ന് ജയിച്ചത്. 1996 ആദ്യ ജയം, അതിനുശേഷം 2016-ലും 2021-ലും വിജയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. കാരണം നല്ലൊരു വെല്ലുവിളി തന്നെയാണ് വി മുരളീധരൻ ഉയർത്തുന്നത്. ഒരുപാട് വിഷയങ്ങൾ അവിടെ ഉയർന്നു വന്നിട്ടുണ്ട്. ഒന്ന്, സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനാണ് മുൻ ദേവസ്വം മന്ത്രി കൂടിയായ കടകംപള്ളി സുരേന്ദ്രൻ. ഇത് BJP ഒരു വലിയ വിഷയമായിട്ട് മണ്ഡലത്തിൽ ഉയർത്തുന്നുണ്ട്. കുറേ കാലമായിട്ട് വി മുരളീധരൻ ഉൾപ്പെടെ ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. ജനങ്ങൾക്കിടയിലേക്ക് ഈ വിഷയത്തെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു തിരിച്ചടിയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാണാൻ സാധിച്ചിരുന്നു. പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളിൽ പോലും CPMന് കഴക്കൂട്ടത്ത് കാലിടറി. കടകംപള്ളിയുടെ സ്വന്തം വാർഡ് പോലും BJP പിടിച്ചെടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അതുകൂടാതെ ഇടവ മേഖലകളിലും നിർണായക സ്വാധീനം ഉണ്ടാക്കാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ BJPക്ക് ഒരു അഡ്വാൻറ്റേജ് നൽകുന്ന കാര്യമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആ ഒരു വലിയ മുന്നേറ്റം അത് തന്നെയാണ് വി മുരളീധരൻ നൽകുന്ന ഏറ്റവും വലിയ ആത്മവിശ്വാസം. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും കടകംപള്ളിയെ ഒരിക്കലും എഴുതിത്തള്ളാൻ സാധിക്കില്ല. കാരണം അദ്ദേഹത്തിന് മണ്ഡലത്തെക്കുറിച്ച് നല്ല പരിചയമുണ്ട്, മുക്കും മൂലയും അറിയുന്ന വ്യക്തിയാണ്, നാട്ടുകാരനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഡാമേജ് കൺട്രോൾ മോഡ് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് പല ക്ഷേത്രങ്ങൾക്കും ഫണ്ടൊക്കെ അനുവദിച്ച് ആ രീതിയിൽ ഹിന്ദു വോട്ടർമാരെ കയ്യിലെടുക്കാനുള്ള ഒരു ശ്രമം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റിസൾട്ട് എത്രത്തോളം ഇലക്ഷനിൽ വരും എന്നുള്ളത് മറ്റൊരു ചോദ്യം. പക്ഷേ പല സ്ഥലങ്ങളിലും ക്ഷേത്രങ്ങളിലൊക്കെ കടകംപള്ളിയുടെ വലിയ ബോർഡൊക്കെ ഉണ്ട്, ഇത്ര രൂപ അനുവദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ഘടകമാണ്.
പിന്നെ അതുകൂടാതെ തന്നെ ഒരു ക്ലോസ് ഫൈറ്റിലേക്ക് പോകുമ്പോൾ കഴക്കൂട്ടം പോലുള്ള ഒരു മണ്ഡലത്തിൽ അടിയൊഴുക്കുകൾ ഒരു നിർണായകമായി മാറും. പ്രത്യേകിച്ച് കോൺഗ്രസിന് ഇത്തവണ വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ കോട്ടയായിരുന്ന ഒരു മണ്ഡലമാണ് കഴക്കൂട്ടം. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെറും 29,000 വോട്ടാണ് കോൺഗ്രസിന് ലഭിച്ചത്. അത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ഒരു സിറ്റുവേഷൻ എന്താണെന്നുള്ളത്, ആ മണ്ഡലത്തിലെ കോൺഗ്രസിൻ്റെ ഒരു ദയനീയ അവസ്ഥ. പിന്നെ നല്ലൊരു സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ ഒരു ടഫ് ഫൈറ്റ് കൊടുക്കാൻ സാധിക്കുമെന്നുള്ളൊരു വിലയിരുത്തലുണ്ടായിരുന്നു. പക്ഷേ ശരത്ചന്ദ്ര പ്രസാദിനെയാണ് കൊണ്ടുവന്നത്. അദ്ദേഹത്തിന് ഇനി വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുമെന്ന് ആരും വിശ്വസിക്കുന്നില്ല. കാരണം അദ്ദേഹം ഒരു ഔട്ട്ഡേറ്റഡ് പൊളിറ്റീഷ്യനാണെന്നുള്ളൊരു വിലയിരുത്തൽ പൊതുവേ ഉണ്ട്. എന്തായാലും വലിയൊരു മുന്നേറ്റമൊന്നും ശരത്ചന്ദ്ര പ്രസാദിന് കഴക്കൂട്ടത്ത് നടത്താൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ CPM അതായത് LDF BJP തമ്മിലുള്ളൊരു സ്ട്രെയിറ്റ് ഫൈറ്റാണ് ഇപ്പം നടക്കാൻ പോകുന്നത്. പിന്നെ SDPI അതുകൂടാതെ മറ്റ് മതമൗലികവാദ സംഘടനകൾ ഇവരുടെയൊക്കെ പിന്തുണ ആകർഷിക്കാൻ അല്ലെങ്കിൽ അവരെ പിന്തുണ നേടാനുള്ള ഒരു ശ്രമം കടകംപള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതൊരു നിർണായക ഘടകമായി മാറും. കാരണം ചില പോക്കറ്റുകളിലൊക്കെ SDPI ഉൾപ്പെടെയുള്ള സംഘടനകൾക്കൊക്കെ സ്വാധീനമുണ്ട്. അപ്പോൾ ആ വോട്ട് കടകംപള്ളിയിലേക്ക് മറയാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ BJPയെ പരാജയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യമാണ് ഇത്തരം സംഘടനകൾക്കൊക്കെ ഉണ്ടാകുക. അപ്പോൾ ക്രോസ് വോട്ടിങ്ങും ടാക്ടിക്കൽ വോട്ടിങ്ങും ഒക്കെ ഉണ്ടാകും. പക്ഷേ അതിനെ മറികടക്കുന്ന രീതിയിൽ കുറേ നിഷ്പക്ഷ വോട്ടുകൾ കൂടി സമാഹരിക്കാൻ വി മുരളീധരന് സാധിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് വിജയിച്ച് വരാൻ പറ്റുന്നൊരു മണ്ഡലം തന്നെയാണ് കഴക്കൂട്ടം. പ്രത്യേകിച്ച് IT നഗരമാണ്. അപ്പോൾ അവിടെയൊക്കെ ഈ മോദിയോടും കേന്ദ്ര സർക്കാരിൻ്റെ വികസന പദ്ധതികളോടൊക്കെ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ച് വി മുരളീധരൻ ഒരുപാട് വിഷയങ്ങൾ, വികസനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ, ഇതെല്ലാം വലിയ രീതിയിൽ ചർച്ചയാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ യുവാക്കൾക്കിടയിലൊക്കെ ഒരു സ്വാധീനം ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഒരു വികസന അജണ്ടയും വെച്ചാണ് വി മുരളീധരൻ കഴക്കൂട്ടത്ത് മത്സരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാവുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പൊതുവെ ഉള്ളത്. BJPക്ക് മാത്രമല്ല, പൊതുവെ എല്ലാവരും വിലയിരുത്തുമ്പോൾ ഇത്തവണ BJPക്ക് ഏറ്റവും സാധ്യതയുള്ളൊരു മണ്ഡലമായിട്ട് പെട്ടെന്ന് കഴക്കൂട്ടം മാറിയിട്ടുണ്ട്. നിയമത്തിനൊപ്പം തന്നെ നിൽക്കുന്നൊരു മണ്ഡലമായിട്ട് കഴക്കൂട്ടം മാറിയിട്ടുണ്ട്. കേരളത്തിൽ BJP നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം അവസാന ലാപ്പിൽ കാലിടുന്നൊരു സാഹചര്യം. അതാണ് പാർട്ടിയെ പ്രധാനമായിട്ടും ബാധിക്കുന്നത്. ഈ ക്രോസ് വോട്ടിങ്ങും ടാക്ടിക്കൽ വോട്ടിങ്ങും ഒക്കെ കാരണം അവസാനം കാലിടുന്നൊരു സാഹചര്യം BJPക്ക് ഉണ്ട്. പല മണ്ഡലങ്ങളും ജയിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടാവും. തുടക്കത്തിലൊക്കെ ലീഡ് നേടും. പക്ഷേ അവസാനം എത്തുമ്പോൾ ആ ഒരു വീഴ്ച BJPക്ക് സംഭവിക്കുന്നുണ്ട്. ഒരു മാരത്തൺ സ്റ്റൈലിലാണ് കാര്യങ്ങൾ പോകുന്നത്. തുടക്കത്തിൽ നല്ല രീതിയിൽ ലീഡ് ചെയ്യും, പക്ഷേ അവസാനം എത്തുമ്പോൾ പിന്നോട്ട് പോകുന്നൊരു സാഹചര്യം. അപ്പോൾ അതിനെ മറികടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇൻറ്റൻറ്റ് BJPയുടെ ഭാഗത്തു നിന്ന് ഇത്തവണ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു പഴുതടച്ച ക്യാമ്പയിനിങ് തന്നെയാണ് BJP കഴക്കൂട്ടം മണ്ഡലത്തിൽ നടത്തി കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള റിസൾട്ട് ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് മെയ് വരെ കാത്തിരിക്കേണ്ടി വരും. മെയ് 4 വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. എന്തായാലും നമുക്ക് അതിനായിട്ട് കാത്തിരിക്കാം.